വയനാട് തിരുനെല്ലിയിൽ വാകേരിയിലെ ഒരു സ്ത്രീയെ അതിദാരുണമായി വെട്ടിക്കൊന്നു. പ്രവീണ എന്ന 34-കാരിയാണ് വെട്ടിക്കൊന്നത്. ഇടയർക്കുന്നിലെ ആണ് അവരുടെ വീട്. ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ് വാകേരിയിൽ. അവർക്ക് 2 പെൺകുട്ടികളുണ്ട്. മൂത്ത കുട്ടി അനഘ. അതുപോലെ ആ കുട്ടിക്ക് കഴുത്തിലും ചെവിയിലും മാരകമായി വെട്ടേറ്റു. അമ്മയോടൊപ്പം ലിവിങ് ടുഗദറായ ഒരു പാർട്ട്ണർ കഴിഞ്ഞ 1 വർഷമായിട്ട് താമസിക്കുകയാണ്. അയാൾ തൊട്ടിൽപ്പാലത്ത് നേരത്തെ വിവാഹം കഴിച്ച് ഭാര്യയും മക്കളുമായിട്ട് താമസിക്കുന്നയാളാണ്. പക്ഷേ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവിടെ വാകേരിയിലെ ഈ സ്ത്രീയുടെ ഒപ്പമാണ് അയാൾ. ആ ദിലീഷ് എന്ന് പറഞ്ഞ ആളെ കാണാനില്ല. അയാളാണ് പ്രതി. കാണാനില്ല എന്ന് പറഞ്ഞ് തൊട്ടിൽപ്പാലത്ത് ഭാര്യയും മക്കളും അവിടെ ഒരു പരാതി കൊടുത്തിരുന്നു. പരാതിയുടെ അവസാനം ഇയാളെ തപ്പി പോലീസ് നടന്നു. അവസാനം അയാൾ അവിടെ വന്നു ചേർന്നു. അപ്പോൾ അയാളെ മിസ്സിങ് എന്നുള്ള കേസ് അവർ പിൻവലിച്ചു. അയാളാണ് ഈ കേസിലെ പ്രതി. ഇയാൾക്ക് ഇവിടെ ലിവിങ് ടുഗദറായിട്ട് പ്രവീണ എന്ന 34-കാരിയായിട്ട് ഒന്നിച്ച് താമസിക്കുകയാണ്. പ്രവീണയ്ക്ക് ഒരു പെൺകുട്ടിയുണ്ട്. മൂത്ത കുട്ടി 14 വയസ്സ്. ആ കുട്ടി അമ്മയുടെ ഒപ്പം. അതിൻ്റെ ഇളയൊരു കുട്ടി 9 വയസ്സ്. ഈ വ്യക്തി, കൂടെ താമസിക്കുന്ന വ്യക്തി നല്ല ആരോഗ്യമുള്ള ആളാണ്, പണിക്കാരനാണ്. അയാൾ പ്രവീണയെ ക്രൂരമായി വെട്ടിക്കൊന്നു. കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത്. വെട്ടുകയും ചെയ്തിട്ടുണ്ടാവുക. അത് തടയാൻ ശ്രമിച്ച മകൾക്ക്, മൂത്ത കുട്ടിക്ക് കഴുത്തിലും അതുപോലെ തന്നെ ചെവിയിലും മാരകമായ വെട്ടേറ്റു. അവരിപ്പം ഹോസ്പിറ്റലിലാണ് ആ കൊച്ച്. രാത്രി സംഭവം നടന്ന ശേഷം ഇളയ കുട്ടിയെയും പ്രതിയെ ഒന്നിച്ച് താമസിക്കുന്ന ആളെയും കാണാനില്ല. ഈ സംഭവം അറിഞ്ഞ് പോലീസും നാട്ടുകാരും ഒക്കെ രംഗത്ത് വന്നു. ഭയങ്കര മഴയുള്ള സ്ഥലമാണ്. വ്യാപകമായ തെരച്ചിൽ നടത്തി. ഇയാളെ കാണാനില്ല. പോലീസിനെ നാട്ടുകാരെയും ഭയപ്പെടുത്തിയത് ഇയാളുമായിട്ട് താമസിക്കുന്ന പാർട്ട്ണറായ പ്രവീണയെ കൊന്നു, 34 വയസ്സുകാരിയെ. അതിലെ ഇളയ കുട്ടിയെയും കൊണ്ടാണ് അയാൾ പോയിരിക്കുന്നത്. പ്രതി ആ കുട്ടിയെ കൊണ്ടുപോയി ആ വാകേരിയിലും പരിസരത്തും വ്യാപകമായ തെരച്ചിൽ നടത്തി. പോലീസ്, നാട്ടുകാരെ, ഡോസ്കോഡ്, ഡ്രോൺസ് ഉപയോഗിച്ച് അതിശക്തമായ മഴയ്ക്കിടയിലും കുട്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഭയപ്പെട്ടത്. എന്തായാലും രാത്രി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാവിലെ ആയി കഴിഞ്ഞപ്പം അവിടെ ഒരു എസ്റ്റേറ്റിനടുത്ത് ഇവരെ കണ്ടെത്തി. ഈ തോട്ടത്തിൽ ഒഴിഞ്ഞ ആ ഷെഡിനകത്ത് ഈ പെൺകുട്ടിയെയും ഈ പ്രതിയെയും കണ്ടത് അവിടുത്തെ തോട്ടക്കാരനാണ്. അയാളാണ് ഇവരെ കണ്ടെത്തിയ ഉടൻ തന്നെ പോലീസ് വിവരം അറിയിച്ചു. അത് കാപ്പിത്തോട്ടമായിരുന്നു. ആ കാട് പിടിച്ച് കിടക്കുന്ന കാപ്പിത്തോട്ടത്തിനടുത്ത് ഒഴിഞ്ഞൊരു കെട്ടിടത്തിനകത്ത് പോലീസ് എത്തി, നാട്ടുകാരെത്തി. അതിൽ ഇയാളുടെ മൊബൈൽ ഫോൺ ഒരു പുതപ്പും കണ്ടെത്തി. പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് പോലീസിൽ ഒരു പ്രതീക്ഷയായി. കുട്ടിയെ എന്ത് ചെയ്തു എന്നായിരുന്നു ഭയപ്പെട്ടിരുന്നത്. അയാളെയും കുട്ടിയെയും കണ്ടെത്തി പോലീസ്, നാട്ടുകാരും. പേടിച്ച് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് കണ്ട്. അമ്മയുടെ കൊലപാതകം നേരിട്ട് കണ്ട കുട്ടിയാണ്. മൂത്ത ചേച്ചിയെ വെട്ടുന്ന കണ്ട കുട്ടിയാണ്. ആ പ്രതിയുടെ കയ്യിലാണ് ഈ കുട്ടി. ഭയപ്പെട്ട് കുട്ടി ഭീതിയോടെ അയാളുടെ ഒപ്പം നിൽക്കുന്ന കണ്ടു. പോലീസിനെയും നാട്ടുകാരെയും കണ്ടിട്ടും കുട്ടിയുടെ ഭയം മാറിയിട്ടില്ല. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ് ആ കൊച്ചു 9 വയസ്സുകാരി. ഇത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസദ് മരക്കാറും പാർട്ടികളും എല്ലാ രംഗത്തുണ്ടായിരുന്നു. മാനന്തവാടി താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ആ മൂത്ത കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിക്രൂരമായ രീതിയിലാണ് പ്രവീണയെ കുത്തിക്കൊന്നിരിക്കുന്നത്. തൊട്ടിൽപ്പാലത്ത് ഭാര്യയും മക്കളുള്ള ഇയാൾ രഹസ്യമായിട്ടാണ് ഇവരും ഒപ്പം താമസിച്ചിരുന്നത്. പ്രവീണ തൻ്റെ ഭർത്താവുമായിട്ട് വേർപെട്ട് മക്കളുമായിട്ട് ഇവിടെ ഒരു വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. വളരെയധികം വേദനയോടെ കൂടെയാണ് മൂത്ത കുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അമ്മയെ കൊല്ലുന്ന കണ്ടു. അത് തടയാൻ വന്ന അവർക്ക് ആ കൊച്ചിന് അതിൻ്റെ ചെവിയിൽ മാരകമായ മുറിവേറ്റിട്ടുണ്ട്.
കഴുത്തിലും മാരമായിട്ട് മുറിവേറ്റുണ്ട്. അതിനെ കൂടെ കൊല്ലാനായിട്ട് ഉപദേശിച്ചിട്ടുണ്ടോ? എന്താണ് ഇവൻ്റെ മോട്ടീവ്? എന്തിനാണ് ഈ ലിവിങ് പാർട്ട്ണറെ ഇവൻ കൊന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അമ്മ തടഞ്ഞോ? ആ പെൺകുട്ടികളെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോ ഇയാൾ? അതമ്മ തടഞ്ഞിട്ടുണ്ടാവാം, അങ്ങനെ കുത്തിക്കൊന്നാവാം. മൂത്ത കുട്ടിക്കും പരിക്കേറ്റതുകൊണ്ട് അതിനെ തഴഞ്ഞിട്ട് ഇളയ കുട്ടിയും കൊണ്ട് ഇവൻ അവിടുന്ന് പോയി. ഏതായാലും ആ ഒരു സംഭവം വയനാട്ടിനെ നടക്കി. അവിടെ ഇപ്പം കണ്ടെത്തിയത് അപ്പാപ്പാറ എസ്റ്റേറ്റിനകത്തു നിന്നാണ്. അടുത്തുള്ള ഒരു കാപ്പിത്തോട്ടമാണ്. ആ കാപ്പിത്തോട്ടത്തിൽ വളരെ വനം പോലെ നമുക്ക് തോന്നും. അപ്പാപ്പാറ എസ്റ്റേറ്റിൻ്റെ അകത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന ഒരു ഷെഡിനകത്താണ് ഇവരെ കണ്ടത്. ആ ഷെഡ് തപ്പി നോക്കി പോലീസ് എത്തിയപ്പോൾ തന്നെ ഇയാളെ പുതപ്പതിനകത്ത് കിട്ടി. അവിടുന്ന് ഇയാളുടെ മൊബൈൽ കിട്ടി. മൊബൈൽ അവിടെ വെച്ചിട്ട് പോയതുകൊണ്ട് പരിസരത്ത് എവിടെയെങ്കിലും കാണും എന്നാണ് പോലീസ് കരുതിയത്. ആ നിഗമനം ശരിയായിരുന്നു. പരിസരത്ത് തന്നെ കൊച്ചിനെയും അയാളെയും കണ്ടെത്തി. പ്രവീണയ്ക്ക് ഉണ്ടായ അവർ താമസിക്കുന്ന വാടക വീട്ടിൽ കുട്ടികൾ താമസിക്കുന്നിടത്ത് ഈ പാർട്ട്ണർ വന്ന് രഹസ്യമായിട്ട് അവർ ഭാര്യാഭർത്താക്കന്മാരെ താമസിച്ചതാണ് പ്രശ്നം ഗുരുതരമാകാൻ കാരണം. അയാൾക്കൊരു ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവിടെ നിന്നുള്ള പ്രഷർ വന്നു. ഇയാളെ കാണാനില്ല, പണിക്ക് പോയിട്ട്. അങ്ങനെ അവിടെ ഒരു പരാതി വന്നു. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ലിവിങ് ടുഗദർകാർ ധാരാളം പേര് ദാരുണമായ മരണത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേരളത്തിലെ ഇവിടുത്തെ സാമൂഹിക ക്രമത്തിന് പറ്റിയതല്ല. ഒരു കുടുംബ പശ്ചാത്തലം ഉള്ള ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി അവരുമൊപ്പം ജീവിക്കുന്നത് അയാളുടെ ഭാര്യയും മക്കൾക്കും ആ കുടുംബക്കാർക്കും അവരും ഇയാളെ ആക്രമിക്കും. ഇയാളിപ്പം ഒന്നിച്ച് താമസിക്കുന്ന സ്ത്രീയുടെ ഭർത്താവും അവരുടെ കുടുംബക്കാരും ആക്രമിക്കും. ഇതൊക്കെ അക്രമ സ്വഭാവം വലിച്ചിഴയ്ക്കുന്നതാണ്. കൊലപാതകം ഒന്നിന് പുറകെ ഒന്നായിട്ട് നടക്കും. ഇപ്പം തന്നെ അമ്മയും മകളെയും കൂടെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. മകൾ സർവൈവ് ചെയ്തു. അമ്മ അതിദാരുണമായി കൊല്ലപ്പെട്ടു. ആ പ്രതി എന്നിട്ട് ഇളയ കൊച്ചിനെയും കൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ അവൻ്റെ ദുരുദ്ദേശം എന്താണെന്ന് നമുക്കറിയാം, മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും. ഇയാളെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പം കസ്റ്റഡി തന്നെയാണ്. കുട്ടിയെ ഏതായാലും റെസ്ക്യൂ അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനമുള്ള സ്ഥലത്ത് കൊച്ചി സുരക്ഷിതമാണ്. കൊച്ചിന് ഏതായാലും അതിഭയങ്കരമായ ഭയാനകമായ മാനസികാവസ്ഥയിൽ തന്നെയാണ് കുട്ടി ഇപ്പോഴും. അതിൽ നിന്ന് വീണ്ടെടുക്കണം. സമയങ്ങളും ദിവസങ്ങളും എടുക്കും. എങ്കിലും കുട്ടി സുരക്ഷിതമായി ലഭിച്ചത് വലിയ കാര്യമായി. കാരണം ആ കുട്ടിയുടെ ജീവൻ എന്താവും എന്ന് പേടിച്ച് നാട്ടുകാരും പോലീസും അവിടെയുള്ള ജനങ്ങളെല്ലാം അങ്ങനെ പേടിച്ചിരുന്നതാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറി കുട്ടിയെ നമുക്ക് ജീവനോടെ കിട്ടി. 9 വയസ്സുകാരി സുരക്ഷിതമായിട്ട് പോലീസിൻ്റെ കയ്യിലെത്തി. ആ കുട്ടിയെ സുരക്ഷിതമായിട്ട് ഇപ്പം അവിടെ ഷെൽട്ടർ ചെയ്തിട്ടുണ്ട്. ഇളയ കുട്ടി ഇവിടെ ആയെങ്കിലും മൂത്ത കുട്ടി അത് ഇപ്പോഴേ അവിടെ ഹോസ്പിറ്റലാണ്, ട്രീറ്റ്മെൻറ്റിലാണ്. അമ്മ നഷ്ടപ്പെട്ടു കുട്ടിയേക്ക്. അവരുടെ മുൻ ഭർത്താവ് ഉണ്ട്, അവയാളായിട്ട് തെന്നി സെപ്പറേറ്റ് ചെയ്ത് താമസിക്കുകയാണ്. മുൻ ഭർത്താവിൻ്റെയാണ് ഈ 2 കുട്ടികളും. ആ കുട്ടികളുടെ ഷെൽട്ടർ ഏറ്റെടുക്കുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു.